ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് നേരെ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറേ നാളെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്, ബട്ട് ഇത് നമ്മൾ ഇച്ചിരി വെറൈറ്റി സീരീസ് ആണ് കളിക്കാൻ പോണത്. നമുക്ക് ഇന്ന് കളിക്കാൻ പോണ വേൾഡിൽ സാധാരണ നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള മോബ്സ് അല്ലാതെ അതെ അൾട്രാ ന്യൂ മോബ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, അതായത് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഓൾമോസ്റ്റ് മോബ്സും അതുകൂടാതെ ഇവരുണ്ടാക്കിയിട്ടുള്ള കുറച്ച് മോബ്സും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലേക്ക് ഷെയർ ചെയ്യുന്ന സമയം നമ്മൾ റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവരും മറക്കാതെ അടിച്ചുപിടിക്കുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേൾഡ് ലോഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറേ നാളായി ഭയങ്കര കളിച്ചിട്ട്. ഞാൻ പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ ഒരു ആപ്പ് അവൈലബിൾ ആയി കിട്ടപ്പോൾ ചുമ്മാ ഒരു മോഡിട്ട് നോക്കിയേ ഉള്ളൂ. അയ്യേ, പിങ്ക് വെച്ചോ? ഓക്കെ ഓക്കെ, ബേസിക്കലി ദിസ് ഈസ് അവർ വേൾഡ്. ബട്ട് ഈ വേൾഡിൽ പുതിയതായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ വുഡ് മുറിക്കുന്നു. ഇതിൽ അഡ്വാൻസ്മെൻ്റ് ഇല്ല, അത് ഒരു നല്ല കാര്യമാണ്. ഓക്കെ, നമുക്കൊരു 5 പീസ് വുഡ് മതിയാവും. പൊട്ടിക്കാൻ പറ്റുമോ? ഓക്കെ, 6 നമ്മളൊരു 6 പീസ് വുഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കിട്ടി. ഇത് ക്ലാസിക് എഡിഷൻ അല്ല, പോക്കറ്റ് എഡിഷൻ ആണ് കളിക്കുന്നത്. ക്ലാസിക് ആക്കണമെങ്കിൽ ആക്കാം, ബട്ട് നമുക്ക് തൽക്കാലത്തേക്ക് പോക്കറ്റ് കളിക്കാം. ന്യൂ മൂവാണോ? ഹലോ, എന്ത് വൈറ്റ് ടൈഗറോ? ഓക്കെ ഗൈസ്, ഇതുപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് മൂവ്സ് ഉണ്ട് ഇതില്. ഓ മൈ ഗോഡ്, ഇതിനടിച്ചാ ഇത് നമ്മളതിനെന്തേലും ചെയ്യൂ? ഏയ്, അയ്യോ ചെയ്യും. ആ മൂവ് നമ്മൾ തന്നെ അല്ല. അയ്യോ ആ ഷുവർ, നമ്മുടെ സ്പൂൺ ഇവിടെ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നിന്നൊന്നും ചെയ്തില്ല, ടെസ്റ്റ് ചെയ്തില്ല കൂട്ടാ. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ആൻഡ് ഒരു പിക്കാക്സ് ഉണ്ടാകാം. ആക്സിൻ്റെ ആവശ്യമില്ല. സാധാരണ എല്ലാവരും ആക്സ് ഉണ്ടാക്കാറുണ്ട്, ബട്ട് എനിക്ക് ആക്സ് ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. ഇവിടെ ക്ലാസിക് എഡിഷൻ തന്നെയാണല്ലേ നല്ലത്. ഓഡിയോ പോക്കറ്റ് ക്ലാസിക്. ഓക്കെ, നമുക്ക് പിക്കാക്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് അയ്യോ എടാ മറ്റേ സ്നോ ഉണ്ടല്ലേ ഇവിടെ, ഫോളിങ്ങോ, അതിൻ്റെ പേരെന്തായിരുന്നു? സ്ലോ സ്നോയോ, അങ്ങനെ എന്തോ ആണ് ആ സാധനത്തിൻ്റെ പേര്, ഞാൻ മറന്നു പോയിന്നേ. നമ്മൾ കുറേ നാളതിൽ കളിച്ചിട്ട് പിന്നെ മറക്കാതിരിക്കുവോ അല്ലേ? നമുക്കിതിലൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് സീരീസ് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. ഈ ഗെയിമിൻ്റെ പേര് വന്നിട്ടുള്ള ക്രാഫ്റ്റ് മാൻ 9 ഫൈനൽ ക്രാഫ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ സ്നോ വീഴത്തില്ല താഴേക്ക്, ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ. ഇത് മറ്റേ സ്നോയാ, കണ്ടാ എൻ്റെ അമ്മേ. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ആക്സും ഒരു വിക്കാക്സും ഫർണസ് ഉണ്ടാക്കിയേക്കാം, പിന്നെ ഉണ്ടാക്കണ്ടല്ലോ. ഓക്കെ, ആൻഡ് നമ്മുടെ ആക്സ് വെച്ചിട്ട് നമുക്ക് കുളിച്ചെടുക്കാം. ഇനി നമുക്ക് എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര ശല്യമല്ലോ. പക്ഷെ നമ്മൾ നോക്കി എത്ര നോക്കിയാൽ ഈ സാധനം എനിക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, ആ ഇതാ സ്നോയാണോ? അല്ല. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പോണം. എടാ പാവം ചെക്കൻ മരിച്ചു അവൻ. ഞാനാ നിന്നെ രക്ഷിച്ചേ. ഇതുപോലെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, ഒരു നന്ദിയെങ്കിലും പറയടാ. കാണുമ്പോൾ പേടിയൊന്നൊക്കെ.
എന്താണെങ്കിലും ഇവിടെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ സ്നോയിൽ കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരെ പോവാം. ഇത് ചുമ്മാ കയ്യിലെടുത്ത് വെച്ചേക്ക് ഉപകാരമൊന്നുമില്ല. എന്നാലും ഇത് 1.21 ആണോ? എനിക്കറിയാൻ പാടില്ല ഇത് ഏത് വേർഷനാണെന്ന് എനിക്കറിഞ്ഞൂടാ. 21 ആയിരി. ഹലോ എടാ പെങ്കുൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബീജം. ഓക്കെ പെങ്കുനുണ്ട് ഇതില്. നമുക്ക് ഇതിൽ ഇതുപോലെ കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും. അത് എന്ത് മരം? മൈൻക്രാഫ്റ്റിൽ ഇങ്ങനെ ഒരു മരം ഉണ്ടോ? അത് ഈ ഗെയിമുകാർ ആഡ് ചെയ്ത മരമാണോ? ഇവിടെ ബിയർ അല്ല ഇത് ഓൾറെഡി ഉള്ള സാധനമല്ലേ മൈൻക്രാഫ്റ്റിൽ? ഇവിടെ കുട്ടാ നീ ഓൾറെഡി മൈൻക്രാഫ്റ്റിലുള്ളതല്ലേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതെന്തിത്? ഇവിടെ മണ്ടയ്ക്കൊരു സാധനം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പോവാം. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നമ്മൾ സർവൈവൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പ്രോപ്പർ സർവൈവിങ് ഒന്നും ആയിട്ടില്ല. നമുക്കൊരു സീരീസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പറയുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വില്ലേജ്. ഓക്കെ നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. വില്ലേജ് അല്ലേ അത്? അല്ലേ? അതെ 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 നമ്മുടെ വില്ലേജസ് ഉണ്ട് ഇവിടെ. നമുക്ക് സർവൈവലിന് പകരമായിട്ട് നമുക്ക് ക്രിയേറ്റീവിലെല്ലാം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അതാണ് നല്ലത്. ഓക്കെ ലെറ്റ്സ് ഡു ദിസ്. ബേസിക്കലി ഇവിടെ നോക്കുവാണെങ്കിൽ വില്ലേജ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഇതിനകത്ത് സ്പോൺ എക്സ് കുറെ ഉണ്ടെന്നാണ്. ഇത് സാധാ സ്പോണൊക്കെ അല്ലേ? ഓ അല്ലല്ലല്ലല്ലല്ല, ഇതെന്താ? കെയിൻ ടൈഗർ ഷാർക്ക്. കെയിന് ടൈഗർ ഷാർക്ക്, വൈറ്റ് ഷാർക്ക്, സ്പൂൺ, ബബിൾ, കോഗറ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതില്. ഓക്കെ ഇനിയും മേലേക്ക് എടുത്ത് വെക്കാം. ഇതുപോലെ ഞാൻ കുറച്ച് എടുത്ത് വെക്കാം. നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇത് നോക്കിയ നിങ്ങള്, നമ്മൾ എവിടെ എടുത്തേ? എൻ്റെ അമ്മേ ഗൈസ്, കുറെ വെറൈറ്റി ആയിട്ടുള്ള എക്സ് ഇതിലുണ്ട്. ഞാൻ ഇവിടെ വരെയാണ് എടുത്തത്. വൈൽഡ് ബോർ, ഇതാ കണ്ടോ വൈൽഡ് ബോർ. ഓക്കെ ആൻഡ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്പോൺ കെയിൻ എന്ന് വെച്ചാ അയ്യോ എന്താ ഇതൊക്കെ ഉണ്ടോ ഇതില്? തല്ലാൻ പറ്റുമോ? സ്പോൺ കെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മജീഷ്യനെ പോലെ ഒരു സാധനം. ആൻഡ് ടൈഗർ ഷാർക്കോ? അത് വെള്ളത്തിലിടേണ്ട സാധനമാണ്. അല്ല ഇത് ഐസല്ലേ? എന്താണിത്? ഷാർക്ക് ഇതിൽ നീന്തിപ്പോക്കോളും. ഓക്കെ ടൈഗർ ഷാർക്ക് എന്ന് പറയുന്ന ഷാർക്ക് ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ നെക്സ്റ്റ് വൈറ്റ് ഷാർക്ക്. എൻ്റെ അമ്മേ അത് നല്ല വലുതാണ്. അടുത്തത് ബബിൾ. ബബിളാ? എന്തൊക്കെയാ കൊച്ചു? സ്പോൺ ക്രൊക്കഡൈലോ? ഗൈസ് ഇതില് ക്രൊക്കഡൈലുണ്ട്. എൻ്റെ അമ്മ. കോവർ. ഇത് അല്ലല്ലേ, ഇത് വേറെന്തോ സാധനമാണ്. ആൻഡ് ജാക്സ്. ഇതെന്ത് പോപ്പി പ്ലേ ടൈമിൽ അവനോ? ഇതാരാടാ ഇത്? ജാക്സോ? ഓക്കെ കിങ്കർ. ദൈവമേ അയ്യോ അവൻ്റെ തലയിൽ കുഴിശ. സോറി അണ്ണാച്ചി.
ഓക്കെ. ആൻഡ് പെലിക്കൻ എന്നുവെച്ചാ ഓ ഈ സാധനം ഇത് ഞാൻ ഒരു മ്യൂസിയത്തിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അല്ല മ്യൂസിയം അല്ല, സൂ 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 സൂയി പോയപ്പോൾ ഞാൻ ഈ സാധനം ടൈം ഡേ. ഓക്കെ. ആൻഡ് നമുക്ക് ഈ ഒരു സെക്ഷൻ ഓക്കെ. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ വേറെ ആക്കിയിട്ടുണ്ട്. സ്പോൺ ഒറിജിനൽ പ്ലാറ്റിപ്പസ്. ഇത് സാധനം പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നൊരു സാധനം. അടുത്തത് കൗഫ്മോ. ജോക്കറാ ഇതെന്താ? ഇവനാരിവൻ? ആരോ ആണവൻ. ലാൻഡേൺ ഫിഷ്. ഓ ഇതെനിക്കറിയാം. ഇത് റിയൽ ലൈഫിൽ ഏതോ ഒരു സ്ഥലത്ത് ബ്ലാക്ക് കളറിൽ പൊന്തി വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ന്യൂസിൽ. ഓക്കെ. ആൻഡ് സ്കാർലറ്റ് കിങ് സ്നേക്ക്. ഇതില് പാമ്പുണ്ടടാ. അത് റാറ്റ് സ്നേക്ക്. അത് എടാ പാമ്പുണ്ടടാ. എന്റെ അമ്മേ. സ്നോ ലിയോപാഡ്. ഇത് നമ്മൾ കണ്ടു. കിവിയോ എന്താണത്? ഏതോ പക്ഷി. ആൻഡ് റൈനോ. ഓ മൈ ഗോഡ്. ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡെസേർട്ട്സ് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും ഇത് ഉണ്ടാവുക. സവാന വില്ലേജ് ഒക്കെ. ലാൻഡ് ടേർട്ടിൽ. ഇവര് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. ആൻഡ് ക്ലാം ആണോ? ഓ മറ്റേ മുത്ത് കിട്ടുന്ന സാധനം. പേളല്ലേ ഇത്? ഓക്കെ. നമ്മൾ ആ ഒരു സെക്ഷൻ മാറ്റിയിട്ട് ഈ ഒരു സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫോക്സ് പോലത്തെ എന്തോ സാധനം. ഫയർഫ്ലൈ. ഓ അത് കൊള്ളാം. നെക്സ്റ്റ് ലിയോപാഡ്. ഓ ഇത് വേറെ. ഓക്കെ. ആൻഡ് കൊമോഡോ ഡ്രാഗൺ. ഇതിന്റെ പേരെന്താ? ഉടുമ്പാണെന്ന് തോന്നുന്നു. ജിറാഫ്. ഇത് സവാനയിലായിരിക്കും. കങ്കാരു. എടാ ക്യൂട്ട്. എനിക്കിഷ്ടമാണ് കങ്കാരുവിനെ. അത് ഇവന്മാര് രണ്ടാളും അടിയാ. അണ്ണാച്ചി അത്രയ്ക്ക് സീന. ഓക്കെ. കങ്കാരു ഒരു ലിയോപാഡിനെ കൊന്ന്. അടുത്ത് ഫ്ലമിംഗോ. ഫ്ലമിംഗോനെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹെഡ്ജി ഹോഗ്. മുള്ളംപന്നിയാണെന്ന് തോന്നുന്നു. സ്പോൺ ആൻഡ് ദൈവം ഇതൊക്കെ ഉണ്ട് ഇതില്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് വൈൽഡ് ബോർ. പന്നി. ഓക്കെ. ആൻഡ് വൈറ്റ് ടൈഗർ. കങ്കാരുവിന്റെ മുന്നിൽ കൊണ്ട് സ്പോൺ ചെയ്യാം. ഓ ഇവര് രണ്ടാളും ഫ്രണ്ട്സ് ആണ്. മറ്റേ ലിയോപാഡായിട്ടാണ് അടി. സ്പോൺ ടൈഗർ. ഇത് കുഞ്ഞാണ്. വലുത്. എന്താടാ ധൈര്യം ഉണ്ടെങ്കിൽ വലുതിന്റെ അടുത്ത് അടി ഉണ്ടാക്കടാ. ഇഷ്ടം പോലെ എണ്ണത്തിനെ സ്പോൺ ചെയ്യാം. അവൻ തീർന്നു. അതാണ്. ഓക്കെ. നെക്സ്റ്റ് സഫാരി വില്ലേജർ. ഓക്കെ. ആൻഡ് സഫാരി വില്ലേജ് പക്ഷി ട്രേഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. പഴോ എന്താണ്? റെപ്റ്റൈൽ. ഗോൾഡൻ ബോണ്. സോഡ് ഫിഷ്. ഓ മൂക്കി ഇങ്ങനെ നീണ്ടിരിക്കുന്ന സാധനം. ആൻഡ് കരക്ക. സീന് പറക്കും അല്ലേ? ഇത് മറ്റേ പൂച്ച പോലത്തെ സാധനം. നെക്സ്റ്റ് സ്റ്റിങ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മലയാളം എനിക്കറിഞ്ഞൂടാ. സ്ക്വിരൽ അണ്ണൻ. ഓക്കെ. ആൻഡ് കില്ലർ വെയിൽ. ഓ മൈ ഗോഡ്. തിമിംഗലം ഉണ്ട് ഇതില്. നൈസ്. ഓക്കെ. ഇന്ന് നമ്മൾ ഇത്ര ചെക്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സർവൈവൽ സീരീസ് നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. ആൻഡ് അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും സർവൈവൽ സീരീസ് ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് അതുവരേക്കും നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ ബൈ.